പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, പൈതങ്ങളെ സ്നേഹിക്കുകയും അവരെ എൻ്റെ അടുക്കൽ വിടുവീൻ, തടയരുത് എന്ന് അരുളി ചെയ്യുകയും ചെയ്ത കർത്താവ് അവിടുന്നായിരിക്കയാൽ സ്തോത്രം. ഇന്നേ ദിവസം പെൺശിശു ഞായറാഴ്ചയായി ആഘോഷിക്കുമ്പോൾ കർത്താവേ, ദിവശുശ്രൂഷയിൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും ചൊരിയുമാറാകണമേ. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടി ആർക്കുമെന്നരുളി ചെയ്ത നാഥനെ, ആത്മാവിനും സത്യത്തിനും നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് അപേക്ഷ കഴിപ്പാനും തക്കവണ്ണം നാഥ അവിടുന്ന് സഹായിക്കണമേ. വിനയഹൃദയത്തോടുകൂടി ദൈവത്തെ ആരാധിച്ച് മഹത്വീകരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. ദിവ്യസാന്നിധ്യബോധത്തോടെ ആരാധിപ്പാൻ തക്കവണ്ണം ഏവരെയും അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയുടെ ആദ്യോടന്തം ദൈവകൃപ ചൊരിയണം. യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നതായ പ്രാർത്ഥന ദയതോ നീ കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങൾ 292 ഗീതം നമുക്ക് ചേർന്ന് പാടാം. വരുവീൻ ചെറു പൈതങ്ങളെ, ഗുരുവാം യേശു അരികിൽ. ഗീതം 292.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെൺശിശു ഞായറാഴ്ചയായി ആഘോഷിക്കുന്ന ഇന്നേ ദിവസം COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ദിവ്യശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ശുശ്രൂഷയിൽ ധാരാളം ആളുകൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഈ ദിവ്യ ആരാധനയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. എവിടെയായിരുന്നാലും ദൈവസാന്നിധ്യ ബോധത്തോടെ നമുക്കിന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ പെൺകുഞ്ഞുങ്ങൾ ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനക്രമത്തിൽ രണ്ടാമത്തെ ശുശ്രൂഷാക്രമം നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ ആരാധനയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതു യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്നും നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലെപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കൃപ ചെയ്യണമേ. കർത്താവേ, കൃപതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു.
ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. അനുതാപഹൃദയത്തോടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും കരുണാസമ്പന്നനായിട്ടുള്ള ദൈവത്തോട് നമുക്ക് വിനയത്തോടെ ഏറ്റുപറയാം. ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുപോയി. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് വിനയത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ താഴ്മയോടെ, വിനയത്തോടെ, നിഷ്കളങ്കതയോടെ, നീതിയോടെ ദൈവ ഇഷ്ടത്തെ നിറവേറ്റുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ നിന്റെ വഴികൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ചു നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരാൽ നിങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവേൻ. നാമം സ്തുതിക്കപ്പെടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 95-ാം സങ്കീർത്തനം
വാക്യം പ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 95 1 മുതൽ 7 വരെയുള്ള നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടെ ചെല്ലുക, സങ്കീർത്തനങ്ങളോട് അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മളുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് 1-ാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. ഫസ്റ്റ് ലെസൺ, 1-ാം പാഠം. പെൺശിശു ഞായറായ ഇന്ന് കാലത്ത് ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദഭാഗം 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 5 വരെ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തന്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാമെന്ന് ആരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേഖൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഇവിടെ 1-ാം വേദഭാഗം അവസാനിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാം. 8-ാം സങ്കീർത്തനം. പെൺശിശു ഞായറായി ഇന്ന് കാലത്ത് ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 8. 8-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വഴികൾ നിമിത്തം ശത്രുവിനെയും പകയെയും ഇല്ലാതാക്കുവാൻ തന്നെ നീ ശിശുക്കളെയും മുലകുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തോ മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനം അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴടക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കട്ടിലും മൃഗങ്ങളെയും ഒക്കെയും
ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. നിങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. മഹത്വമുണ്ടാകട്ടെ. ആദിയിങ്കലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ആദിയിങ്കലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്കെല്ലാവർക്കും നിൽക്കുമ്പോൾ തന്നെ സെക്കരിയാവിൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സെക്കരിയാവിൻ്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടുമാകുന്നു. നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആദരണയാൽ അവന്റെ ജനത്തിന്റെ പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആദരണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് രണ്ടാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. സെക്കൻഡ് ലെസൺ. പെൺശിഷ്യനായരായി ഇന്ന് കാലത്തെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 11-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 11-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പേൻ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു. ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ്യജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ സത്യമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്നു പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയേറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അവൻ അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ, അവന്റെ ദൂതൻ ആകുന്നു എന്നവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ രണ്ടാം വേദഭാഗം അവസാനിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും 35 മുതൽ 43 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തെയും കേൾപ്പീൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയും എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ വചനം. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ട് കാൽക്കൽ വീണു. എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോട് കൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്തു കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു. കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലെ, എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇതാരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കണം എന്നും പറഞ്ഞു. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. നമുക്ക് നിൽക്കുമ്പോൾ ജ്ഞാനകീർത്തനങ്ങളിൽ 317-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. യേശു സ്നേഹിക്കുന്നന്നെ കാണുന്നിതം വേദത്തിൽ. ഹിം നമ്പർ 317, കീർത്തനം 317. യേശു
പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, മഹാമാരിയുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ദേവാലയത്തിലും വിവിധ ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വീകരിക്കുവാൻ ദൈവം ഒരുക്കി നൽകുന്ന അവസരത്തിനായിട്ട് സ്തോത്രമർപ്പിക്കുന്നു. ഇന്ന് സഭയായിട്ട് പെൺശിശു ഞായറാഴ്ചയായി നാം ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. ഇന്ന് ഗായക സംഘം പാടിയ 2 പാട്ടുകൾ പ്രധാനമായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾ കൂടെ ചേർന്ന് പാടിയിട്ടുള്ളതാണ്. ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലും പരിമിതികളിൽ നിന്നുകൊണ്ട് പെൺശിശു ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത്, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. നവംബർ 14 ശിശുദിനമാണ്. അതിനോട് ചേർന്ന് വരുന്ന ഞായറാഴ്ച കുഞ്ഞുങ്ങളുടെ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുമ്പോൾ CSI സഭയെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ഇന്നേ ദിവസം പെൺശിശു ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുകയാണ്. ശിശുദിനത്തിങ്കൽ ഒരു മലയാള പത്രത്തിൽ വന്ന വാർത്ത, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ തെരുവിൽ ഈ COVID-19 സാഹചര്യത്തിൽ പോലും 70,000-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഭിക്ഷാടനം ചെയ്തോ ജോലിക്കായിട്ടോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള 46,000 കുഞ്ഞുങ്ങളാണ് ഡൽഹിയിൽ മാത്രം വഴിയോരത്ത് ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്നേ ദിവസം പെൺശിശു ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിൽ തോന്നിയേക്കാം. CSI സഭ 2000 ആണ്ട് മുതൽ തുടർന്നുള്ള 10 വർഷം ഡിക്കേഡ്സ് ഓഫ് ഗേൾ ചൈൽഡ് ആയിട്ടാണ് കൊണ്ടാടിയത്. തുടർന്നു വരുന്ന ശിശുദിനത്തിന് ശേഷം വരുന്ന ഞായറാഴ്ച ഗേൾ ചൈൽഡ് സൺഡേ ആയിട്ട്, പെൺശിശു ഞായറാഴ്ചയായിട്ടും ആഘോഷിക്കും. ഇത് നമ്മുടെ സമൂഹത്തിൽ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് ഉള്ളതായിട്ടുള്ള തെറ്റിദ്ധാരണകളെ മാറ്റുവാനും വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് വചനം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പാനായിട്ടും കഴിയണം. ചില സമൂഹത്തിൽ നിലനിൽക്കുന്ന നിലപാടുകൾ, രീതികൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, അബോർഷൻ, പെൺശിശു ഭ്രൂണഹത്യ വർദ്ധിച്ചു വരുന്ന ലോകത്തിൻ്റെ ചുറ്റുപാടുകളിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം കാണുവാൻ പോലും അവകാശമില്ലാതെ, വെളിച്ചം കാണുവാൻ അവകാശമില്ലാതെ അവരെ നശിപ്പിച്ചു കളയുന്ന, ഭ്രൂണാവസ്ഥയിൽ ഇല്ലാതാക്കി കളയുന്ന പ്രവണത ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്നും നിലനിൽക്കുകയാണ്. കാരണം അവർ വളർന്നു വന്നാൽ ബാധ്യത എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഡവറി, സ്വർണം കൊടുക്കണം, ഇതിനൊക്കെ പണം കണ്ടെത്തുക ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അബോർഷൻ, ഭ്രൂണഹത്യ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും.
പലപ്പോഴും പെൺകുഞ്ഞ് ഒരു ഭവനത്തിൽ ജനിക്കുമ്പോൾ ആൺകുട്ടി ജനിക്കുന്നത് പോലെ സന്തോഷം ഉണ്ടാവുകയില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് കുടുംബം അന്യം നിന്നു പോകും. മറ്റൊന്ന്, നമ്മളുടെ പെൺകുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വമില്ലായ്മയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും, ബാലികമാർ, പിച്ച് ചീന്തപ്പെടുന്ന കിരാത ജീവിത രീതിയുള്ള പരിഷ്കൃത സമൂഹമെന്ന് പേര് വിളിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളും ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭവനത്തിൽ നിന്ന് പുറത്തു പോയാൽ അമ്മമാർക്ക്, മാതാപിതാക്കന്മാർക്ക് ആദിയാണ് അവർ തിരിച്ചു വരുന്നിടം വരെ. ഇത് വലിയ യാഥാർത്ഥ്യമാണ്. ജോലിയിൽ പോലും അവർക്ക് സുരക്ഷിതത്വമില്ലായ്മ, വിദ്യാഭ്യാസത്തിന് അവർക്ക് അവകാശം ലഭിക്കുന്നില്ല. ആൺകുട്ടിയാണെങ്കിൽ പരമാവധി പഠിപ്പിക്കും. പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ചില കാൽക്കുലേഷൻസ് ഉണ്ട്. അവളുടെ പഠനം പാതി വഴിക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ വീട്ടുപണി നടക്കും. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കെട്ടിച്ചയക്കുവാൻ പണം വേണം. അതുകൊണ്ട് ആ പണം കൂടെ കൊടുത്ത് എങ്ങനെങ്കിലും കെട്ടിച്ചയക്കുവാൻ ശ്രമിക്കും. ലൈംഗിക കൃത്യങ്ങൾക്കായിട്ട് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന മാതാപിതാക്കന്മാർ. നമ്മൾ അടുത്ത സമയത്താ കേരളത്തിൽ നടന്നൊരു സംഭവം. വിഷക്ക കൊടുത്ത് പിഞ്ചു കുഞ്ഞിനെ കൊന്ന മാതാപിതാക്കന്മാർ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ധാരാളം കാരണങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടുന്നതും നമ്മളുടെ നിശബ്ദതയെ വെടിയേണ്ടുന്നവരുമാണ്. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചില ചിന്തകൾ നമ്മെ ഭരിക്കണം. അത് നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ, ഈ പെൺശിശു ഞായറാഴ്ച, പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ ഒന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ജീവനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടാണ്. വേദപുസ്തകം പറയുന്നു ജീവൻ വിശുദ്ധമാണ്, കാരണം ദൈവമാണ് ജീവനെ മനുഷ്യനിൽ പകർന്നത്. ദൈവമാണ് ജീവന്റെ കാരണവും അധികാരിയും. അതുകൊണ്ട് ജീവനെ ഇല്ലാതെയാക്കുവാൻ ആർക്കും അവകാശമില്ല. ജീവനെ നിഷേധിക്കുവാൻ, ജീവനെ, ജീവിതത്തെ അധിക്ഷേപിക്കുവാൻ ആർക്കും അവകാശമില്ല. ജീവന്റെ വില മനസ്സിലാക്കാത്തത് പാപം ആണ് എന്ന് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ധാരാളം വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. God is the God of life. A denial of life, therefore, is the rejection of the God of life. ദൈവം ജീവന്റെ ദൈവമാണ്. അതുകൊണ്ട് ജീവനെ നിഷേധിക്കുന്നത് ജീവന്റെ ദൈവത്തെ, ജീവന്റെ അധികാരിയെ, സ്രഷ്ടാവിനെ നിഷേധിക്കുന്നതിന് തുല്യം ആണ് എന്ന് കരുതുവാനായിട്ട് കഴിയണം. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുന്നത്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു എക്സിസ്റ്റ്. ഭ്രൂണഹത്യയും കൊലപാതകവും ആത്മഹത്യയും പെൺശിശുക്കളോടുള്ള വിവേചനവും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഇതെല്ലാം പാപമാണെന്ന് മാത്രമല്ല, ജീവദാതാവായിട്ടുള്ള ദൈവത്തെ തന്നെ നിഷേധിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചത്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അതുകൊണ്ട് ഒരേ നിലയിൽ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും നമുക്ക് കാണുവാൻ കഴിയണം. റൈറ്റ് ടു ബി ഈക്വൽ. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നു, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്.
അതുകൊണ്ട് പെൺകുട്ടിയെയും ആൺകുട്ടിയെയും നമുക്ക് ഒരേ നിലയിൽ നോക്കിക്കാണുവാനുള്ള ഒരു മനോഭാവവും ആർജവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ സെക്സ് റേഷ്യോ, പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ ഒത്തിരി കുറവാണ്. കേരളത്തിൽ മാത്രമാണ് ഒരല്പ വ്യത്യാസമുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുഞ്ഞ് ഈ ലോകത്തിൽ വന്നു പിറക്കുന്നതിന് മുമ്പ് അതിനെ ഇല്ലാതെയാക്കുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ സമൂഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ വലിയൊരു വൈകൃത അവസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമോ? അതോടൊപ്പം തന്നെ നമ്മളിന്ന് വായിച്ച വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ മർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ റൈറ്റ് ടു ബി എഡ്യൂക്കേറ്റ്, അവർക്ക് പഠിക്കുവാനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം തീർച്ചയായിട്ടുമുണ്ട്. സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യമുണ്ടായി. യേശു വ്യക്തമായിട്ട് പറയുക, ശിശുവിനെ പോലെ ആയി വരണം, എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കും. എന്നിട്ട് കർത്താവ് പറയുന്നു, തന്നെത്താൻ താഴ്ത്തണം. ഇങ്ങനെയുള്ള ശിശുവിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുകയാണ്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തിയാൽ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് നന്ന്. എനിക്ക് തോന്നുന്നു യേശു തമ്പുരാൻ ഇത്ര കഠിനമായിട്ടുള്ള വാക്കുകൾ മറ്റെവിടെയും ഉപയോഗിച്ചിട്ടില്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ത്തിക്കളയുവാൻ അല്ല ഇവിടെ പറയുന്നത്, മറിച്ച് ഇവരിൽ ഒരുത്തർക്ക് ഇടർച്ച വരുത്തിയാൽ, ഇടർച്ച എന്ന വാക്കാം, അവന്റെ കഴുത്തിൽ ഒരു തിരിക്കല്ല് കെട്ടി പൊങ്ങി വരാത്ത വിധത്തിൽ അവനെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ത്തിക്കളയുന്നത് നന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയം ഒന്ന് പരിശോധിക്കുവാൻ കഴിയണം. സമൂഹമായി, സഭയായി, കുടുംബമായി നാം നമ്മളുടെ തലമുറയ്ക്ക് ഒരു ഇടർച്ചയായിട്ട് തീരുന്നുണ്ടോ? ഇടർച്ച വരുത്തുവാൻ പാടില്ല. അവരുടെ വളർച്ച, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുവാൻ പാടില്ല എന്ന് വചനം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന റൈറ്റ് ടു ബി എക്സ്പ്രസ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെയും വാക്കുകൾക്ക് വില കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ തുച്ഛീകരിക്കാതെ അവർക്ക് എക്സ്പ്രസ് ചെയ്യുവാനും അവരുടെ അവകാശം നിഷേധിക്കാതെ അവരെ കൈപിടിച്ചുയർത്തുവാനും നമുക്ക് വലിയ ദൗത്യമുണ്ട്. നമ്മളിന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ പെൺശിശുക്കളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്നും നമ്മളുടെ പെൺകുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ചില ദൗത്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരെ ആ വിധത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനുമുള്ള നമ്മളുടെ ദൗത്യത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മളിന്ന് വായിച്ചു കേട്ടത്. അപ്പോസ്തലപ്രവൃത്തി 12-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങളും, രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഒരു അടിമ പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പേര് പറഞ്ഞിട്ടില്ല. അരാം രാജാവിൻ്റെ സേനാപതിയായിട്ടുള്ള നയമാൻ പരാക്രമശാലിയാണ്. ഈ നയമാൻ നിമിത്തം അരാം രാജാവിന് ദൈവം വലിയ ജയമൊക്കെ കൊടുത്തു. പക്ഷെ അവൻ കുഷ്ഠരോഗി ആയിരുന്നു. ഇവിടെ അടിമ പെൺകുട്ടി നയമാന്റെ ഭാര്യയുടെ ശുശ്രൂഷക്കാരത്തിയായിട്ട് വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി. ആ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഈ യജമാനന്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ അടിമ പെൺകുട്ടി തൻ്റെ യജമാനത്തിയോട് പറയുകയാണ്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നുവെങ്കിൽ, എലീശയുടെ അടുക്കലേക്ക്
ഈ അടിമ പെൺകുട്ടി യജമാനനെ അയക്കത്തക്കവണ്ണം യജമാനത്തിയോട് ഇവിടെ ശുപാർശ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ വേദഭാഗത്തിൽ കാണുന്നത് ഈ നയമാന്റെ കുഷ്ഠരോഗം മാറി സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ, സത്യത്തിലേക്ക് നയിക്കുവാൻ, ജീവനിലേക്ക് നയിക്കുവാൻ, അവന്റെ നഷ്ടപ്പെട്ട ആ ഡിഗ്നിറ്റി തിരികെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു ചൂണ്ടുപലകയായിട്ട് ഈ പെൺകുട്ടി പ്രവർത്തിക്കുകയാണ്. നയമാന് സൗഖ്യം കിട്ടി എന്ന് മാത്രമല്ല, 2 രാജ്യങ്ങൾ തമ്മിൽ ഐക്യതയിൽ ആയിത്തീരുന്നു. ഇസ്രായേലും അരാം രാജ്യവും ഒന്നായി തീരത്തക്കവണ്ണം, അല്ലെങ്കിൽ ഐക്യബന്ധത്തിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അടിമ പെൺകുട്ടിയായിട്ട് കഴിയുന്ന, പേരുപോലും പരാമർശിച്ചിട്ടില്ലാത്ത കൊച്ചു ബാലികയ്ക്ക് കഴിഞ്ഞു എങ്കിൽ ഗേൾസ് ആർ ലൈഫ് ഗിവേഴ്സ്. ലൈഫ് ഗിവേഴ്സ് ടു ഓൾ ഹ്യൂമാനിറ്റി. ഈ സമൂഹത്തിൽ ജീവൻ പകരേണ്ടുന്നത് ഈ കുഞ്ഞുങ്ങളിലൂടെയാണ്. ഈ തലമുറയെ നിഷേധിക്കുവാൻ, അവരെ തുച്ഛീകരിക്കുവാൻ, അവർക്ക് ഇടർച്ച വരുത്തുവാൻ നമുക്ക് അവകാശമില്ല എന്ന് നമുക്ക് കാണുവാൻ, മനസ്സിലാക്കുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിൽ കൊച്ചു കൊച്ചു വഴികാട്ടികളായി തീരുവാൻ, ചൂണ്ടുപലകയായിട്ട് തീരുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? വീട്ടിലെ പരിശീലനമാണ് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് പ്രവാചകന്റെ അടുക്കലേക്ക് തൻ്റെ യജമാനനെ വിടുവാൻ തക്കവണ്ണം സഹായകരമായി തീർന്നത്. വെറുതെ അവൾക്ക് ഇത് പറയുവാൻ പറ്റുകയില്ല. അത്രത്തോളം പ്രവാചകനെ അറിഞ്ഞിരിക്കണം. ഏത് ദൈവത്തിന്റെ അരുളപ്പാടാണോ പ്രവാചകൻ പറയുന്നത്, ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും ആശ്രയത്വവും വിധേയത്വവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് തൻ്റെ യജമാനനെ, ഈ വലിയ രാജ്യം ബഹുമാനിക്കുന്ന, പ്രത്യേകിച്ച് ഈ രാജ്യത്തിന് ഉന്നതമായിട്ടുള്ള വിജയമൊക്കെ കൊടുത്ത പരാക്രമശാലിയായിരിക്കുന്ന ഇദ്ദേഹത്തെ പറഞ്ഞു വിടണമെങ്കിൽ എളുപ്പമല്ല. പിന്നെ സൗഖ്യം വന്നില്ലെങ്കിൽ തല പോകും. പക്ഷേ അവൾക്ക് യഹോവയായിട്ടുള്ള ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ആശ്രയത്വവും ഒക്കെ ഉണ്ടായിരുന്നു. അടിമ പെൺകുട്ടിയായിട്ട് കഴിഞ്ഞപ്പോഴും അതൊന്നും അവൾ നഷ്ടപ്പെടുത്തിയില്ല. കാരണം അവൾക്ക് വീട്ടിൽ വെച്ച് നേരത്തെ ലഭിച്ചതായിട്ടുള്ള പരിശീലനം ഇപ്രകാരം ഒരു ചൂണ്ടുപലകയായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സഹായകരമായി തീർന്നുവെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളും ഏത് സാഹചര്യത്തിലും ദൈവത്തെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുന്ന, ദൈവ ആശ്രയത്തോടെ വിധേയത്വത്തോടെ മറ്റുള്ളവരെ സത്യത്തിലേക്കും ജീവനിലേക്കും നയിക്കുന്ന ചൂണ്ടുപലകകളായിട്ട് തീരത്തക്കവണ്ണം അവരെ നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് കഴിയണം. ഒരു വഴികാട്ടിയായി മാറിയ പെൺകുട്ടി. പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ മിര്യാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മോശയെ ഞങ്ങളുടെ പെട്ടകത്തിൽ അടച്ച് നദിയിൽ വെക്കുകയാണ്. അവൾ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് വേദഭാഗത്ത് പറയുന്നത്. ഫറവോന്റെ പുത്രി എത്തുന്നു. ആ സമയത്തേക്കും മിര്യാം ഓടിയെത്തി. അവള് ഫറവോന്റെ പുത്രിയോട് ചോദിക്കുന്നു, ഷാൽ ഐ ഗോ ആൻഡ് കോൾ എ നേഴ്സ് ഫോർ യു? ഞാൻ പോയി ഒരു നേഴ്സിനെ വിളിച്ചുകൊണ്ട് വരണമോ? പ്രിയമുള്ളവരെ, ഈ കൊച്ചു മിരിയാം, കൊച്ചു പെൺകുട്ടി, രാജകുമാരിയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ട്രൂ റിലേഷൻഷിപ്പിലേക്ക് ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഇസ്രായേലിന്റെ വിമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ മോശയെക്കുറിച്ച് എപ്പോഴും പറയും. മോശ എന്ന നായകനെ നമ്മൾ എപ്പോഴും തിരിച്ചറിയും. പക്ഷേ ഈ മോശ എന്ന കുട്ടി രക്ഷപ്പെടുവാൻ, അല്ലെങ്കിൽ മോശ എന്ന വിമോചന നായകനെ രൂപപ്പെടുത്തുവാൻ ഈ മിര്യാമെന്ന ബാലികയും ഉണ്ടായിരുന്നു എന്നുള്ളതിനെ വിസ്മരിക്കരുത്. നമ്മളിന്ന് വായിച്ച ലേഖന പാഠഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ 12-ാമത്തെ അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു കൊച്ചു പെൺകുട്ടിയെ നമുക്ക് കാണുവാൻ കഴിയും. തടവിലായിരുന്ന പത്രോസിന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുന്ന സഭ. കാരാഗ്രഹത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച പത്രോസ് പോയത് മർക്കോസിന്റെ അമ്മ മറിയയുടെ വീട്ടിലേക്കാണ്. പത്രോസിന്റെ വിടുതലിനു വേണ്ടി അർദ്ധരാത്രിയിലും ആ കുടുംബം
അവിടെ കൂടി വന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് പടിപ്പുര വാതിക്കൽ മുട്ടുകയാണ്. രോദ എന്ന ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ തക്കവണ്ണം അടുത്തു വരുന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ബാല്യക്കാരത്തിയെ ചിലപ്പോൾ മറ്റുള്ളവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് ഇരുത്തി കാണുകയില്ല. പക്ഷേ അവിടുത്തെ പ്രാർത്ഥനാ വിഷയം അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സന്തോഷത്തോടെ വാതിൽ തുറക്കാതെ ഓടി മറ്റുള്ളവരോട് വിവരം പറയുവാൻ അവൾ ചെല്ലുകയാണ്. പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് അവരോട് അവൾ ചെന്ന് പറയുന്നു. കൂടിയിരുന്നവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്. അവൾ പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യം തന്നെ. ആളുകൾ പറഞ്ഞു, അത് ചിലപ്പോൾ പത്രോസിന് കാവൽ നിൽക്കുന്ന ദൂതനായിരിക്കാം. അവർ വാതിൽ തുറന്നപ്പോൾ പത്രോസിനെ കണ്ട് വിസ്മയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ബാല്യക്കാരിയുടെ മനസ്സ്, അവളുടെ സന്തോഷം, അവളുടെ ഉത്സാഹം, അവളുടെ ദൈവ ആശ്രയത്വം മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഗുണമാണ്. രോദയെപ്പോലെ ദൈവ ശബ്ദത്തെ തിരിച്ചറിയുവാനും ദൈവിക രക്ഷയും സന്തോഷവും മറ്റുള്ളവരിലേക്ക് പകരുവാനും നമ്മളുടെ ഇടയിലെ കൊച്ചു കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് സാധ്യമായിട്ട് തീരണം. ഇവിടെ ഈ 3 പേരും വഴികാട്ടുകളായി, ചൂണ്ടുപലകകളായിട്ട് പ്രവർത്തിക്കുകയാണ്. സത്യത്തിലേക്ക്, ജീവനിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, നന്മയിലേക്ക്, സന്തോഷത്തിലേക്ക് മറ്റുള്ളവരെ വഴികാട്ടുന്ന ചൂണ്ടുപലകകൾ. നമ്മളുടെ കുഞ്ഞുങ്ങളും ഇപ്രകാരം നല്ല ചൂണ്ടുപലകകളായി തീരത്തക്കവണ്ണം അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പരിശീലനത്തെ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളുടെ കുഞ്ഞുങ്ങൾ അതിനായിട്ട് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവരായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമുക്കും ഇത്തരത്തിലുള്ള ദൗത്യം സമൂഹത്തിൽ നിർവഹിക്കുവാൻ തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. നമ്മളിന്ന് വായിച്ച സുവിശേഷ വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും 35 മുതലുള്ള വാക്യങ്ങളിലും മത നേതാവായിരിക്കുന്ന യായിറോസിന്റെ മകൾക്ക്, കൊച്ചു പെൺകുട്ടിക്ക് യേശു സൗഖ്യം കൊടുക്കുന്ന സംഭവത്തെ വിശദീകരിക്കുകയാണ്. ഇവിടെ യായിറോസ് എന്ന മത നേതാവി യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവനോട് യാചിക്കുക, ആവർത്തിച്ച് അവൻ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. അവൾ ജീവിക്കേണ്ടതിന് നീ വരേണം. യേശു ഇവനോടൊപ്പം ആ വീട്ടിലേക്ക് പോകുമ്പോൾ യാത്രാമധ്യേ ആളുകൾ വന്നു വിവരം അറിയിച്ചു, ആ കുഞ്ഞ് മരിച്ചുപോയി. ഈ വാക്കിനെ യേശു അവഗണിച്ച് യായിറോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, കുഞ്ഞ് ഉറങ്ങുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ കൂടി വന്നവരൊക്കെ അവനെ പരിഹസിക്കുകയാണ്. The act of laughing shows they were not interested in healing of the girl child. അവരുടെ പരിഹാസമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക്, ഈ ബാലികയ്ക്ക് സൗഖ്യം ലഭിക്കുന്നതിൽ അവർക്ക് അത്രത്തോളം താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ അവിശ്വാസം. പ്രിയമുള്ളവരെ, സമൂഹത്തിൻ്റെ ചില സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഈ ഗേൾ ചൈൽഡിനോട്, പെൺശിശുക്കളോട് സമൂഹത്തിനുള്ള പ്രതീക്ഷയില്ലായ്മയും അൺബിലീഫിനെയും ഒക്കെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നതാണ് അവരുടെ പരിഹാസം. യേശു ഈ ബാലികയുടെ നേരെ കൈ നീട്ടിയിട്ട് പറയുകയാ, തലീഥ കൂമി, ലിറ്റിൽ ഗേൾ ഗെറ്റ് അപ്പ്. ഇതൊരു സാധാരണ ശബ്ദമല്ല. അവളോട് യേശു കാട്ടുന്ന ആ ദയ, എമ്പതി,
അക്സെപ്റ്റൻസ്, ഇതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്നതാ യേശുവിൻ്റെ അവളുടെ നേരെ നീട്ടുന്ന കരം. തലിതാ കൂമി, ബാലെ എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, നാമും ജീവിക്കുന്ന ചുറ്റുപാടിൽ സുരക്ഷിതമില്ലാതെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് വേദനയോടുകൂടി കരയുന്ന പെൺകുട്ടികൾ ഇന്ന് ഒട്ടനവധിയായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ അവരുടെ നേരെ കരം നീട്ടുവാൻ, തലീധാ കുമി എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? Can you break the silence of our culture? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കട്ടെ. ഇന്ന് ഇത്തരത്തിലുള്ള തിന്മകൾ സമൂഹത്തിൽ നടമാടുമ്പോൾ പലപ്പോഴും നമ്മൾ നിശബ്ദരാവുകയാണ്. നമ്മൾ സേഫ് സോൺ ആഗ്രഹിച്ചു മാറി നിൽക്കുകയാണ്. പക്ഷേ യേശു പറഞ്ഞതുപോലെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരണം. പെൺകുഞ്ഞുങ്ങളോടുള്ള അവഗണന മാത്രമല്ല, സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്ക് നേരെ can you break the silence of our culture? ഇവിടെ പ്രത്യേകമായിട്ടുള്ള മറ്റൊരു കാര്യം 5-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യത്തിൽ യേശു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. Give her something to eat. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അവിടെ കൂടി നിന്നവർ പരിഹസിച്ചപ്പോൾ ഇവിടെ യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. പുട്ട് അവർ ഫെയ്ത്ത് ഇൻ ആക്ഷൻ. വിശ്വാസത്തെ പ്രവൃത്തിയാക്കി തീർക്കുവാൻ തക്കവണ്ണം ഓർമ്മപ്പെടുത്തുന്ന വലിയ ഒരു ആഹ്വാനമാണ് യേശു ഇവിടെ നൽകുന്നത്. യേശുവിനെ സൗഖ്യമാക്കിയിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് നമ്മളോടുള്ള യേശുവിൻ്റെ വെല്ലുവിളിയാണ്. പുട്ട് അവർ ഫെയ്ത്ത് ഇൻ ആക്ഷൻ. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു മനോഭാവത്തിലേക്ക് യേശു നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. റിഫോം ആൻഡ് ട്രാൻസ്ഫോം അവർസെൽഫ് ടു റെസ്റ്റോർ എ ഫ്യൂച്ചർ ഫോർ ദി ഗേൾ ചൈൽഡ്. പെൺശിശുക്കളുടെ ഭാവിയെ വീണ്ടെടുക്കുന്ന, രൂപപ്പെടുത്തുന്ന ഒരു നല്ല മനസ്സിനുടമകളായി നമ്മൾ മാറണം. നമ്മളുടെ സമൂഹം മാറണം. അതാണ് യേശുക്രിസ്തു ഈ സംഭവത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തലീഥാ കൂമി, അവൾക്ക് തിന്നുവാൻ വല്ലതും കൊടുക്കുക. സംഖ്യാപുസ്തകം 27-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വേദഭാഗം ഇന്നത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാൻ പര്യാപ്തമാണ്. യോസഫിൻ്റെ പുത്രനായ മനശ്ശെയുടെ കുടുംബത്തിൽ 5 പെൺകുട്ടികൾ സമാഗമന കൂടാരവാതിക്കൽ മോശയുടെ മുമ്പാകെ, പ്രഭുക്കന്മാരുടെ മുമ്പാകെ, ഇസ്രായേൽ ജനതയുടെ മുമ്പാകെ വന്ന് നിന്നിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിന് നേരെയുള്ള വലിയ വെല്ലുവിളിയാണ്. അവർ പറയുകയാണ്, ഈ 5 പെൺകുട്ടികൾ, ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയി. യഹോവയ്ക്ക് വിരോധമായിട്ട് അവനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവന് പുത്രന്മാരില്ലായിരുന്നു. സന്താപത്താൽ ആണ് അവൻ മരിച്ചത്. തുടർന്ന് ആ പെൺകുട്ടികൾ പറയുകയാണ്, മകൻ ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ കുടുംബത്തിൻ്റെ പേര് എങ്ങനെ ഇല്ലാതെയായിത്തീരും? നമ്മുടെയും സമൂഹത്തിൽ ആൺമക്കളില്ല എങ്കിൽ കുടുംബം അന്യം നിന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലും ചുറ്റുപാടിലുമൊക്കെ നമ്മൾ കഴിയുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശയുടെ മുമ്പാകെ, അന്നത്തെ പുരോഹിതന് മുമ്പാകെ, ഇസ്രായേലിന് മുമ്പാകെ ധൈര്യത്തോടുകൂടി വന്നു നിന്നുകൊണ്ട്, സമാഗമന കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് ഈ പെൺകുട്ടികൾ പറയുകയാണ്, ആൺമക്കൾ ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ പേര് കുടുംബത്തിൽ നിന്നും എങ്ങനെ ഇല്ലാതെയാകും? അതിനുശേഷം ആ പെൺകുട്ടികൾ പറയുക, അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം വേണം. ഞങ്ങൾക്ക് ഒരു അവകാശം വേണം. ആ ശബ്ദം വളരെ
മുഴങ്ങിക്കേട്ടു. മോശ പോലും ഞെട്ടിപ്പോയി കാണും. 5 പെൺകുട്ടികൾ അവകാശം ചോദിക്കുവാൻ വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ മുഴുവൻ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അത്. മോശ വേഗത്തിൽ യഹോവയോട് അരുളപ്പാട് ചോദിക്കുക. യഹോവയായിട്ടുള്ള ദൈവം അവിടെ മോശയോടും ഇസ്രായേൽ ജനത്തോടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ആ പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ, അവർ ചോദിച്ച അവകാശം ഏറ്റവും ന്യായമായിട്ട് ഉള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ശബ്ദങ്ങൾ നമ്മളുടെയും സമൂഹത്തിൽ ഉയരേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ ഒരു അച്ഛൻ്റെ ആർട്ടിക്കിളുടെ ഒരു ഭാഗം ശ്രദ്ധിച്ചു. അതിലിപ്രകാരം പറയുന്നുണ്ട്, പെൺശിശു ഞായറാഴ്ചയായിട്ട് ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മളുടെ പെൺകുട്ടികൾക്ക് തൻ്റെ ഇടം ഉണ്ടാകട്ടെ. തൻ്റെ ഇടം എന്ന വാക്കിനെ അച്ഛൻ വിശദീകരിച്ചത് തൻ്റെ ഇടം, തൻ്റെ ഇടം. പെൺകുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം തന്നെ നമുക്കെല്ലാം തൻ്റെ ഇടം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ചില ഇടങ്ങൾ സമൂഹം കവർന്നെടുത്തിരിക്കുന്നു. ചില ഇടങ്ങളിൽ നിന്ന് നമ്മളെ തള്ളിമാറ്റിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പെൺകുട്ടികൾ നീതിക്ക് വേണ്ടി നിലനിന്നുവെങ്കിൽ, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ റൈറ്റ് ടു എക്സ്പ്രസ്, അവരെ തുച്ഛീകരിക്കുകയല്ല, മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള, അവകാശത്തിനു വേണ്ടിയുള്ള അവരുടെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാനും അതിനോടൊപ്പം നിന്ന് നമുക്ക് ദൈവിക അരുളപ്പാടിനൊത്ത് പ്രവർത്തിപ്പാനായിട്ടും സാധ്യമായിട്ട് തീരണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. പ്രിയമുള്ളവരെ, പെൺശിശു ഞായറാഴ്ചയായിട്ട് നാം ഇന്ന് ആഘോഷിച്ചപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, സഭയിലുള്ള കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവരെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? റൈറ്റ് ടു എക്സിസ്റ്റ്. അവർക്ക് നിലനിൽക്കുവാനുള്ള അവകാശമുണ്ട്, അവർക്ക് പഠിക്കുവാനുള്ള അവകാശമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം വേദവചനം നമുക്ക് നല്ല ഉൾക്കാഴ്ചകളെ നൽകുമ്പോൾ തീർച്ചയായിട്ടും അവർ സമൂഹത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ദൗത്യത്തിൻ്റെ വിലയെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും അതിൽ പങ്കുചേരുവാൻ തക്കവണ്ണം കഴിയുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വഴികാട്ടികളായി, നല്ല ചൂണ്ടുപലകളായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കത്തക്കവണ്ണം അവരെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ഇത്തരത്തിൽ വേദനപ്പെടുന്നവരുടെ നേരെ കരം നീട്ടുവാൻ, തലീതാ കൂവി എന്ന് പറയുവാൻ, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവാൻ, വാക്കിനെ പ്രവൃത്തിയാക്കി മാറ്റുവാൻ, സൈലൻസിനെ ബ്രേക്ക് ചെയ്യുവാൻ, അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഏറ്റവും ധൈര്യത്തോടെ നീതിക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി എവിടെയും നമുക്ക് തൻ്റെ ഇടത്തോടെ നിലനിൽക്കുവാൻ തക്കവണ്ണം സാധ്യമാകുമ്പോൾ ഇന്നത്തെ ഈ പെൺശിശു ഞായറിൻ്റെ, അതോടൊപ്പം തന്നെ നമ്മളുടെ ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഞായറാഴ്ചയുടെ അർത്ഥം പൂർണ്ണമായിട്ട് തീരും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസപ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവന്റെ വിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ പാപിക്കപ്പെട്ടു ജനിച്ചു, അവൻ പാതാളത്തിൽ ഇറങ്ങി അവൻ സ്വർഗ്ഗത്തെ കയറി സർവ്വശക്തനായ വിശുദ്ധ
വഴിയായി നമുക്ക് നടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉപേക്ഷിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ജീവിക്കുന്ന ശിശുക്കളെ കരയോടെ ദർശിച്ചു പ്രത്യാശവും ധൈര്യവും നൽകണമേ. ശിശുവിനെ സമുദ്രത്തിൽ കൊള്ളുവാൻ അവർ നൽകുവാൻ സഹായിക്കണമേ. നീ അവർക്ക് നൽകിയിരിക്കുന്ന താരങ്ങളും സാധ്യതകളും സമൂഹത്തിന്റെ ആവശ്യമായി ഉപയോഗപ്പെടുത്തുവാൻ ചെയ്യണമേ. അവരോടുകൂടെ ഞങ്ങൾ വിമോചിക്കപ്പെട്ട് ഞങ്ങളൊന്നായി ഞങ്ങളുടെ ബലഹീനതയും പരിതാപങ്ങളും സാധ്യതകളും പരിധികളും ലോകനന്മയ്ക്കായി വിനിയോഗിക്കുവാൻ സഹായിക്കണമെന്ന് വേദനയുടെ കാലത്ത് ശിശുവിനെ ഞങ്ങൾ നിന്നോട് താഴ്മയായി അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ നിന്നെ സേവിക്കുന്നു നിന്റെ സംരക്ഷണത്തിനോടുകൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവായ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവിന്റെ സഹായമായ യേശു ക്രിസ്തു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിച്ചു, പിറന്നാൾ ആഘോഷിച്ചു. ജോർജ് ജോൺ പൂർവ്വ ജോർജ് മാനേജർ എല്ലാ കോഴ്സ് പരിപാടിയിലൊക്കെ ശുഭവാസി ചേർത്ത് പുതിയ മാധ്യമങ്ങളോട് ശുചിയില്ല ശുചിയില്ല ക്രിസ്ത്യൻ അസിസ്റ്റു പ്രമുഖമായി നയനാകുമ്പോൾ പുതിയിടത്ത് സുമാ മാത്യൂസാനെ കുറിച്ചുള്ള കേസ് മേരി മാത്യൂസ് പടക്കാഞ്ചേരി ഡെറിക് തോമസ് പടത്തിലേക്ക് ലിബി ബാർ ഫിലിപ്പ് മണലെ ബ്ലൂ ഹൗസ് ആന്റിയ ആൻഡ് തോമസ് മുതിശ്ശേരി മന്ദിരം ഉമ്മൽബാഗി സൗദി നയനാൻ മുങ്ങിയിടത്ത് കോട്ടൻ ജോർജ് മേലമടത്ത് സജ്ജൻ ഉമ്മൽ തെറ്റുപിടിക്കേട്ട് ശ്രീയാബാബി ബാലേശ്വരി അന്നമുബാഗി സ്ഥാനം നിൽക്കുന്നത് റോബിൻ ഫിലിപ്പ് പണിപ്പുരയ്ക്ക് ഷിബു ജോൺ തെറ്റുപിടിക്കേട്ട് പ്രിൻസിസ് തോമസ് സ്ഥാനം നിൽക്കുന്നത് ജോളി ചാക്കോ വീഡിയോത്ത് എക്സിയുമെ കോൺഗ്രസ് പടക്കുള്ള ബീന സൂര്യ പൂമൂർത്തി ആരംഭിച്ച ബാഗി സ്വലാംശി തോമസ് പടക്ക്
ബേബിച്ചെറിയാൻ ബാലത്തിൽ സാന്ദ്ര ബീസ് വേളപ്പറമ്പിൽ സോണി എബ്രഹാമിന്റെ അനുശോചനം കേസി ചാർട്ടുള്ള ജനങ്ങളുണ്ടാകുന്ന സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. പുതുവർഷം ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്ന ഈ സമയത്ത് സഭയുടെ ആശംസിക്കുന്നു. കഴിഞ്ഞാഴ്ചയിൽ വിവാഹ വാർഷികം കൊണ്ടാടിയവർ മിസസ് ആൻഡ് മിസ്റ്റർ റിജിത് മുണ്ടൻ പൗരത്വ വടക്കേത്, മിസസ് ആൻഡ് മിസ്റ്റർ ഷാമി കുണ്ടുള്ള മുണ്ടൻ വടക്കേത്, Mrs. and Mr. Nebuti Joy Nambokar Kutukwira, Mrs. and Mr. Naina P. Palmari, Mrs. and Mr. Cameron Joseph Morana Siniswila, Mrs. and Mr. Matima Q. Diamond Parakita, Mrs. and Mr. Joy Sriyan Parakita Kutukwira, Mrs. and Mr. Ishu Matumi Kutu Parakari, Mrs. and Mr. P. Bagis Parakar Kennedy Mali, Mrs. and Mr. Renu Pirula, Palmari Kutu. Vivaha Vashim Pranay Noru, സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. കർത്താവിൽ അനുഗ്രഹീതമായ ഒരു കുടുംബ ജീവിതം പുതിയ വർഷം സാധ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ജന്മദിന വിവാഹ വാർഷികവും കൊണ്ടാടിയ എല്ലാവരെയും ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതാണ്. സമർപ്പിക്കുന്നവർ അടുത്ത പാട്ടുപാടുകൾ നോക്കുവാണ്. തുടർന്ന് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയതായിട്ടുള്ള പ്രത്യേക ദാനങ്ങൾക്ക് സ്തോത്രമർപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാനും കഴിയുന്നതാണ്.
സിംഹാസനം ചുറ്റി ലക്ഷോലക്ഷം പാടി പിന്നെ ഭക്തികളായി
ജീവനനിഷ്ഠ ഞങ്ങളിൽ ഉണ്ടാവാതെ മറ്റുള്ളവരെ തുച്ഛിക്കില്ല. ദൈവത്തിൽ അറിയാം, ദൈവത്തിൽ അറിയാതെ ജീവിക്കുവാൻ സഹായിക്കാൻ നമ്മുടെ സഭയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് അപേക്ഷിക്കാം. വളർന്നു വരുന്ന സാഹചര്യങ്ങളെ നോക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നാല് തൊഴിൽ നോക്കി ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ അവസ്ഥ പ്രകാരമുള്ള ജോലിയിലേക്ക് അവർ നിർബന്ധിതരായി ജീവിക്കുകയും അവരുടെ ബാല്യകാലം തോന്നിക്കപ്പെടുമ്പോൾ ഈ സമൂഹത്തിൽ ഒരു വ്യതിയാനം പങ്കു വരുത്തുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥിതി രാജ്യത്തിൽ കെട്ടുപിടി ചെയ്യുവാൻ എത്തിക്കുന്ന ദൗത്യത്തിൽ ഞങ്ങൾക്ക് പങ്കു ചെയ്യുവാൻ സഹായം പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി അതിനു വേണ്ടി നമുക്ക് രാജിക്കാം. പ്രയാസങ്ങളുടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം എഴുതുന്നതിനെ നമുക്ക് കഥാപാത്രം അന്വേഷിക്കാം. അനേകം പേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനങ്ങളെ നോക്കാം, ചികിത്സയായിട്ടും പ്രാർത്ഥിക്കാം, ചികിത്സിക്കുന്ന സംവിധാനങ്ങളെ നോക്കാം, സ്വന്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും ഇവരെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്നു. നോക്കാം, കർത്താവ് സമാധാനം ആശ്വാസവും നമ്മുടെ സഭയ്ക്ക് വേണ്ടി സഭയായി നടത്തുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ മഹാനഗരത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ലോകമെങ്ങുമുള്ള സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഭാരത്തോട് ദുഃഖത്തോട് വേദനയുടെ ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ആയിരിക്കുമെങ്കിൽ ദേവാലയത്തിൽ കടന്നുകൊണ്ടുണ്ടെങ്കിൽ ഭാരതത്തിലായിരിക്കുമെങ്കിൽ ദൈവമേ കരുണ തോന്നണമെന്ന് നമുക്ക് ഈ സമയത്ത് ഒരുമയോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല എന്നാണ് വേദനകളുടെ ആഴത്തെ അറിയുന്ന ഭക്തരുടെ കൃപ അവരുടെ പ്രവർത്തിക്കുന്നവരെ ദൈവങ്ങളുടെ സൗഖ്യം കൊടുക്കുന്നവരെ സമാധാനം കൊടുക്കുന്നവരെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവത്തെ വിധേയപ്പെടുത്തി നമുക്ക് രാജ്യത്താൽ അത്ഭുതം മാത്രമായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ നമുക്ക്
നോട്ടീസ്, അനൗൺസ്മെന്റ്സ്. പെൺശിശു ഞായറാഴ്ചയായിട്ട് ആഘോഷിച്ച ഇന്ന ദിവസം ദിവ്യശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് പെൺകുഞ്ഞുങ്ങൾ നേതൃത്വം നൽകിയല്ലോ. നമ്മുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിൽ നാം പാടിക്കേട്ട 2-3 പാട്ടുകൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ പാടിയതുകൂടെയാണ്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. COVID-19 മഹാമാരിയുടെ സാഹചര്യത്തിൽ പോലും ഇത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ആരാധന ക്രമീകരിപ്പാനായിട്ട് നമുക്ക് സാധിച്ചു. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ആരാധനയിൽ പങ്കാളികളായി തീർന്ന എല്ലാ കുഞ്ഞുങ്ങളോടും, ഗായസംഘാംഗങ്ങളോടും, ലൈവ് സ്ട്രീമിങ്ങിൽ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരോടും, ഈ ദിവ്യശുശ്രൂഷയിൽ ദേവാലയത്തിലും അതോടൊപ്പം തന്നെ പല ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന ഏവരോടുമുള്ള സ്നേഹവും നന്ദിയും സഭയുടെ പേരിൽ അറിയിക്കട്ടെ. അടുത്ത ഞായറാഴ്ച രാവിലെ 9:30 മാറ്റിൻ സർവീസ് നടത്തപ്പെടുന്നതാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ആരാധന ക്രമീകരിക്കുന്നത്. പരിമിതമായിട്ടുള്ള എണ്ണം ആളുകൾക്ക് മാത്രമേ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുന്നവർ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പതിവ് പോലെ ലൈവ് സ്ട്രീമിംഗ് നടത്തപ്പെടുന്നതായിരിക്കും എന്നും അറിയിക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച, അതായത് നവംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. വളരെ ഷോർട്ടായിട്ടുള്ളൊരു സർവീസ് ആയിരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ആ ശുശ്രൂഷ ക്രമീകരിക്കുന്നത്. ഇനിയും തൊട്ട് എല്ലാ വെള്ളിയാഴ്ച തോറും രാവിലെ 8 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച അത് നടത്തപ്പെടുന്നതായിരിക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 ടെലിഫോണിലൂടെയുള്ള പ്രാർത്ഥനാ മീറ്റിംഗും ബുധൻ വെള്ളി ദിവസങ്ങളിൽ പതിവ് പോലെ ചെയിൻ പ്രയറും നടത്തപ്പെടുന്നതാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഗൂഗിൾ മീറ്റിലൂടെയുള്ള പ്രാർത്ഥന ക്രമീകരിക്കുന്നതാണ്. വിമൻസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ സഹായം നൽകുന്നു.
സാങ്കേതിക വിദ്യാഭ്യാസം നടത്തുന്ന പെൺകുട്ടികൾക്കാണ് സ്ത്രീജന സഖ്യം വിദ്യാഭ്യാസ സഹായം നൽകുന്നത്. അപേക്ഷകൾ നവംബർ മാസം 22 തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഇടവ പട്ടക്കാരനെയോ വിമൻസ് ഫെലോഷിപ്പിന്റെ ഭാരവാഹികളെയോ ഏൽപ്പിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടെ സഭയുടെ ആദ്യഫല പെരുന്നാൾ ഡിസംബർ മാസം 6 തീയതി ഞായറാഴ്ച നടത്തപ്പെടുകയാണ്. എല്ലാ വർഷവും ഡിസംബർ ആദ്യ ശനിയാഴ്ചയാണല്ലോ നമ്മൾ ആദ്യഫല പെരുന്നാൾ കൊണ്ടാടുന്നത്. എന്നാൽ ഈ വർഷം ഈ COVID-19 സാഹചര്യത്തിൽ ഡിസംബർ മാസം 6 തീയതി 1 ഞായറാഴ്ച ആയിരിക്കും ആദ്യഫല പെരുന്നാൾ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ആദ്യഫല പെരുന്നാൾ ദിനത്തിൽ സ്തോത്ര ദാനം സമർപ്പിക്കാറുണ്ട്. വരുമാനമുള്ള എല്ലാവരും കുറഞ്ഞത് ഒരു ദിവസത്തെ വരുമാനം കവറിൽ സമർപ്പിക്കാറുണ്ടല്ലോ. സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാവരും ഇതിൽ സഹകരിക്കണം. ഇത് കേവലം പണം സമർപ്പിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ആദ്യഫലം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 9 മാസത്തോളം കോവിഡിൻ്റെ ആ ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ദൈവം കരുണയോടെ കൃപയോടൊക്കെ നമ്മളെ പരിപാലിക്കുമ്പോൾ നമ്മൾ എത്ര സ്തോത്രം അർപ്പിക്കുവാൻ ബാധ്യസ്ഥര. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയംഗമായിട്ടുള്ള ഒരു സ്തോത്രാർപ്പണമായിട്ട് തീരണം. അതിനേവരുടെയും സഹകരണത്തെ അഭ്യർത്ഥിക്കുന്നു. അതത് ഭാഗത്തുള്ള ഏറിയ പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സും തങ്ങളുടെ ഏറിയയിൽ തങ്ങളുടെ ഭാഗത്ത് ഈ കവറുകൾ വിതരണം ചെയ്യുവാൻ തക്കവണ്ണം ദയവായിട്ട് സഹകരിക്കണം. ഈ ആഴ്ചയിൽ കവറുകൾ അതോടൊപ്പം തന്നെ നോട്ടീസും റെഡിയാകും. അത് ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടു പോവുകയും അതത് ഭാഗത്ത് വിതരണം ചെയ്യുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് കവറുകൾ നിങ്ങൾക്ക് തിരിച്ച് തരാവുന്നതാണ്. പള്ളിയിൽ ഏൽപ്പിക്കാം, കപ്പ്യാരന്മാരെ ഏൽപ്പിക്കാം, ഏറിയ പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ കൈവശമോ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ കൈവശമോ കൊടുക്കാം. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് റെസീറ്റും നൽകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഈ വർഷം സാധനങ്ങൾ കൊണ്ടുവന്ന് ലേലം ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിനായിട്ടും ഒരു കവർ നൽകുന്നുണ്ട്. ദയവായിട്ട് നിങ്ങളുടെ സാധനങ്ങളുടെ പള്ളിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളുടെ ഒരു തുക ആ കവറിലിട്ട് സമർപ്പിക്കത്തക്കവണ്ണവും ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ നമ്മളുടെ എല്ലാ പതിവുകളും നമുക്ക് നിർത്തലാക്കുവാൻ കഴിയുകയില്ലല്ലോ. ആദ്യഫല ലേലം ചെയ്യുക എന്നുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് തുടരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വർഷവും ലേല ക്രമീകരണം ചെയ്തിരിക്കുന്നു. കുറച്ച് ഐറ്റം മാത്രം ലേലം ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഡിസംബർ മാസം 4 തീയതി വെള്ളിയാഴ്ച അത്യാവശ്യം ലേലം സാധനങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവർ അത് ഇവിടെ ഏൽപ്പിക്കണം. കേടുവരുന്ന സാധനങ്ങൾ കൊണ്ടുവരരുത്. 2-3 ദിവസം ഇരിക്കുന്ന സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരാവൂ. അത് നമ്പർ ഇട്ടതിന് ശേഷം ശനിയാഴ്ച അതിൻ്റെ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും വാട്സപ്പിലൂടെ അയച്ചു തരും. നിങ്ങൾക്ക് അതിൻ്റെ ലേലത്തുക നിശ്ചയിച്ച് മെസ്സേജ് അയക്കാവുന്നതാണ്. അതേ സാധനങ്ങൾ തന്നെ ഞായറാഴ്ച ദിവസം സ്തോത്രാരാധനയ്ക്ക് ശേഷം സൂമിലൂടെ നമ്മൾ ലേലം ചെയ്യും. ഇതിലേത് തുകയാണോ കൂടുതലായിട്ട് കിട്ടുന്നത്, വാട്സപ്പിൽ ഇട്ടിരിക്കുന്ന തുകയാണോ സൂമിൽ നമ്മൾ ലേലം വിളിക്കുന്ന തുകയാണോ കൂടുതൽ, അത് ഉറപ്പിച്ച് ആളുകൾക്ക് നൽകുന്നതാണ്. അത് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം. ആർക്കെങ്കിലും വീടുകളിൽ എത്തിച്ച് തരണമെങ്കിൽ അത് അപ്രകാരം ചെയ്ത് തരുന്നതായിരിക്കും. വിദേശത്തുള്ളവർക്കും അതിൽ സംബന്ധിക്കുവാൻ അവസരം ലഭിക്കും. ഏവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഇപ്രാവശ്യത്തെ ആദ്യഫല ശുശ്രൂഷയിൽ ഉണ്ടാകണം. നമുക്ക് കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും സമാഹരിച്ചുവെങ്കിൽ മാത്രമേ സഭയുടെ അനുദിന കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ മാസങ്ങളായിട്ട് സെൻട്രൽ ഫണ്ട് അടയ്ക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു തുക അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണല്ലോ. ഈ തുകയൊക്കെയും നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ മാത്രമേ ഇത് ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. എവരുടെയും സഹകരണത്തെ അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. അനുശോചനം. അനുഗ്രഹ ഹൗസ് കണിയാന്ത്ര ശ്രീ സോണി കെ ജോർജ് 51 വയസ്സ്. നവംബർ മാസം 13 തീയതി വെള്ളിയാഴ്ച നിര്യാതനായ വിവരം വ്യസനസമേതം അറിയിക്കുന്നു.
ശവസംസ്കാര ശുശ്രൂഷ നവംബർ മാസം 16 തീയതി തിങ്കളാഴ്ച നടത്തപ്പെടുന്നതാണ്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ഈ ശുശ്രൂഷ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് പബ്ലിക്കായിട്ടുള്ള വ്യൂവിംഗ്, പൊതുദർശനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിക്കുന്നു. ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ശുശ്രൂഷയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. മിസ്റ്റർ സോണി കെ ജോർജിൻ്റെ മൃതദേഹം ചെങ്ങന്നൂരിലെ മാമൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഓപ്പൺ സെൽ മോർച്ചറിയിൽ വെച്ചിരിക്കുന്നു. ഈ ദിവസം മുഴുവൻ, അതായത് ഇന്ന് മുഴുവൻ എപ്പോൾ വേണമെങ്കിലും കാണാൻ അവസരമുണ്ട്. ഈ സൗകര്യത്തെയും പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സഭയുടെ അനുശോചനം അറിയിക്കുന്നു. സർവകൃപാലുവായിട്ടുള്ള ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിളിച്ചു ചൊല്ല്. കൊടുകൊളഞ്ഞി CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവകയിൽ കുരുമ്പോലിൽ തെക്കേതിൽ മിസ്റ്റർ ബേബിക്കുട്ടി ഉമ്മന്റെയും മിസസ് ലാലി ബേബിക്കുട്ടിയുടെയും മകൻ മിസ്റ്റർ ബിനു ഉമ്മനും, പന്തളം പുഴിക്കാട് സജി ഭവനം മിസ്റ്റർ സജി ജെയുടെയും മിസസ് സാലി സജിയുടെയും മകൾ നമ്മുടെ സഭാംഗം മിസ് ഷിജിമോൾ എസും തമ്മിൽ വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തിൽ ചേരരുത് എന്നുള്ളതിന് ന്യായമായ വിരോധമാകട്ടെ കാരണമാകട്ടെ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ ആയതിനെ രേഖാമൂലം ഇടവപ്പട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. ഇത് രണ്ടാമത് വിളിച്ച് ചൊല്ലുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിലൂടെ കുടുംബയുദ്ധത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ബിനുവിനെയും ഷിജിയെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിലൂടെ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ നാളുകളിൽ പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങുവാൻ അവരെ സഹായിക്കണമേ. കർത്താവ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കൂട്ടി യോജിപ്പിക്കണമേ. ദൈവത്തിൽ ധന്യകരമായിട്ടുള്ള കുടുംബജീവിതം നയിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇരു കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് കാവലിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. യേശു മശിഹ മുരടികൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യവും കൂടെ അറിയിക്കട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 419 ഗീതപാഠം പ്രാർത്ഥന കേൾക്കേണ്ടത് കർത്താവേ, എൻ യാചന നൽകണമേ. ഗീതം 419. Praga
വഴിപാട് സമർപ്പിച്ചിരിക്കുന്ന വഴിപാടിനെ ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിക്കണം. സർവശക്തനായ എല്ലാവർക്കും വേണ്ടി അവനോട് സമുചിതമായ ഞങ്ങൾക്ക് നിന്റെ സേവനങ്ങളോട് സന്തോഷവാനോട് കടന്നുകയും ചെയ്യേണ്ടത് ഇതായോടുകൂടെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. എല്ലാറ്റിലും
നമുക്ക് അതിനായിട്ടുള്ള ദൈവമേ, ഈ വിശുദ്ധ ദിവസം അടിയങ്ങൾക്ക് ദേവാലയത്തിൽ കടത്തിരുവാനും നിങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ലായും നിങ്ങൾക്കായ സുഖം സൗഖ്യം നൽകി ആരോഗ്യം നൽകി എല്ലാത്തിനുമായിട്ട് കൃത്യമായിട്ടുള്ള ദൈവമേ, നീ നമുക്ക് നൽകിയതായിട്ടുള്ള ജീവന്റെ വിലയെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനായിരിക്കുന്ന സമൂഹങ്ങളിൽ നല്ല ചുറ്റുപാടുകളായി വഴിപാടുകളായി മറ്റുള്ളവരെ ആശ്രയിക്കുക, ദൈവത്തെ ഉയർത്തുക, കർത്താവിനെ ഉപയോഗപ്പെടുത്തുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം അനുഗ്രഹിച്ച് ആസ്വദിച്ച് പ്രാർത്ഥനയും യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന ദൈവം കർത്താവിനോടുകൂടി